പ്രിയ കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കടമക്കുടിയിലേക്കാണ്. കടമക്കുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1341 വലിയൊരു വെള്ളപ്പൊക്കത്തോടെയാണ് കടമക്കുടിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അതുവരെ പെരിയാർ നദി കടലിൽ പതിച്ചിരുന്നത് കൊടുങ്ങല്ലൂർ അഴിയിലൂടെയായിരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി മണ്ണിടിഞ്ഞുകൂടി കൊടുങ്ങല്ലൂർ അഴിയിലൂടെ വെള്ളം കടലിലേക്ക് ഒഴുകുന്നതിന് തടസ്സം നേരിട്ടു. ഇതേ തുടർന്ന് മലയിൽ നിന്നും കുത്തിയൊലിച്ചു വന്നുകൊണ്ടിരുന്ന വെള്ളം വൈപ്പിൻകരയുടെ തെക്കുഭാഗത്തുണ്ടായിരുന്ന കൊച്ചഴി വഴി കടലിലേക്ക് ഒഴുകുകയും പ്രസ്തുത അഴി വലുതായി പിന്നീട് കൊച്ചി അഴിമുഖം രൂപപ്പെടുകയും ചെയ്തു. പെരിയാറിൻ്റെ കൈവഴികളിൽ പരസ്പര ബന്ധമില്ലാതെ കിടക്കുന്ന 8ഓളം തുരുത്തുകളിൽ ഏറ്റവും വലിയ തുരുത്താണ് കടമക്കുടി. മുറിക്കൽ, പാല്യംതുരുത്ത്, പിഴല, ചെറിയ കടമക്കുടി, പുളിക്കപ്പുറം, മൂലംപിള്ളി, പുതുശ്ശേരി, ചരിയംതുരുത്ത്, ചേന്നൂര്, കോതാട്, കോരമ്പാടം, കണ്ടനാട്, കാരിക്കാട് തുരുത്ത് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് കടമക്കുടി പഞ്ചായത്ത്. കൃഷിയും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ മുഖ്യ തൊഴിൽ. കടമക്കുടിയിലേക്ക് എത്തിച്ചേരുവാൻ ആലുവയിൽ നിന്നും ബസ് മാർഗം കടമക്കുടിയിൽ എത്തിച്ചേരാവുന്നതാണ്. അതല്ല, ബൈക്ക്, കാറ് തുടങ്ങിയ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ എറണാകുളം കണ്ടെയ്നർ റൂട്ടിൽ കൂടി വന്ന് ആസ്റ്റർ മെഡിസിറ്റിക്ക് സമീപം എത്തുകയും അവിടെ നിന്നും വലതുവശത്തേക്ക് ഉള്ള റോഡിൽ കൂടി വന്നാൽ പിഴല എത്തുകയും പിഴലയിൽ നിന്നും ചെറിയ കടമക്കുടി എത്തി ചെറിയ കടമക്കുടിയിൽ നിന്നും ജങ്കാർ മാർഗം വലിയ കടമക്കുടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു ക്ഷേത്രവും പിന്നെ മറ്റനേകം കുടുംബക്ഷേത്രങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് കടമക്കുടി. എറണാകുളത്ത് നിന്നും കണ്ടെയ്നർ വഴിയാണ് ഞാൻ കടമക്കുടിയിലേക്ക് യാത്ര തിരിച്ചത്. റോഡിൻ്റെ ഇടതുഭാഗത്തായി അതിവിശാലമായി പരന്നു കിടക്കുന്ന കായലും കായൽക്കരയിൽ തിങ്ങി വളർന്നു നിൽക്കുന്ന കണ്ടൽക്കാടുകളും കാണുവാൻ വളരെയേറെ ഭംഗിയുണ്ടായിരുന്നു. If you're reading this now, odds are I've already left town. A few cities in between the new skyline where I'm looking down. A few empties on the floor and a note on the door of your house. And this silence reminds me of what's left behind me for now. There's a broken down റോഡരികിലുള്ള കായൽപ്പരപ്പിൽ ഒരു മത്സ്യത്തൊഴിലാളി ചീനവലയുടെ കേടുപാടുകൾ തീർക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ വൈകുന്നേരങ്ങളിൽ ഈ വല ഉപയോഗിച്ച് മീൻ പിടിച്ചിട്ട് വേണമായിരിക്കും അദ്ദേഹത്തിന് കുടുംബം പുലർത്താൻ. If you're reading this now, odds are I've already left town. A few cities in between the new skyline where I'm looking down. ഞാൻ കടമക്കുടിയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. If you're reading this now, odds are I've already left town. A few cities in between the new skyline where I'm looking down. A few empties on the floor and a note on the door of your house. And this silence reminds me of what's left behind me for now. There's a broken down car parked outside the barn up the road, and a weather vane hanging all crooked from the rain. ഞാൻ കണ്ടെയ്നർ റോഡിൽ നിന്നും ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു. ഇവിടെ പുതിയ പാലത്തിൻ്റെയും റോഡിൻ്റെയും എല്ലാം പണി തകൃതിയായി നടക്കുന്നതിനാൽ വഴി അല്പം മോശമാണ്. എങ്കിലും വാഹനങ്ങൾക്ക് പോകുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. NH 66 പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വഴി പൂർത്തിയായാൽ പറവൂരിൽ നിന്നും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എറണാകുളത്ത് എത്തിച്ചേരുവാൻ സാധിക്കും.
മാത്രമല്ല നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനും ഒരു പരിധിവരെ ശമനം കിട്ടും എന്നാണ് വിദഗ്ധ അഭിപ്രായം. A few cities in between the new skyline where I'm looking down. ഞാൻ പിഴല എന്ന കൊച്ചു ടൗണിൽ എത്തിച്ചേർന്നു. ഇത് ടൗണിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ 1-2 കടകളും ഒരു പള്ളിയുമാണ് ഈ സിറ്റിയിലുള്ളത്. പിന്നെ അല്പം മുൻപോട്ട് മാറി ഒരു സ്കൂളും കാണാം. ഇവിടെ നിന്നും ഞങ്ങൾ ഒരു ചായ എല്ലാം കുടിച്ച ശേഷം വീണ്ടും കൊച്ചു കടമക്കുടിയിലേക്ക് യാത്ര തുടർന്നു. If you're reading this now, odds are I've already left town. A few cities in between the new skyline where I'm. ഇവിടെ പാലം ഇല്ലാത്തതിനാൽ ജങ്കാർ വഴിയാണ് വാഹനങ്ങൾ ഇരുകരകളിലേക്കും എത്തിക്കുന്നത്. വലിയ 2 വഞ്ചികളിൽ ഇരുമ്പ് തകിടുകൾ ഘടിപ്പിച്ച ശേഷം അതിനു മുകളിൽ വാഹനങ്ങൾ കയറ്റിയാണ് മറുകരയിൽ എത്തിക്കുക. ഈ സംവിധാനത്തിന് ജങ്കാർ എന്നാണ് പറയപ്പെടുന്നത്. If you're reading this now, odds are I've already left town. A few cities in between the new skyline where I'm looking down. A few empties on the floor and a note on the door of your house. ഇതാണ് വലിയ കടമക്കുടി. വലിയ കടമക്കുടിയിലെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് കയാക്കിംഗ്. ഇവിടെ ഇപ്പോൾ ഫ്ലാറ്റ് വാട്ടർ കയാക്കിംഗ് ആണ് നടക്കുന്നത്. ഇതിൽ ഒരാൾക്ക് 500 രൂപയാണ് അവർ ഫീസ് ആയി ഈടാക്കുന്നത്. 2 മണിക്കൂറാണ് സമയം. ഇതാ ഈ കാണുന്ന ചെറിയ തുരുത്തിനെ വലം വെച്ച് ഇവിടെ വരുമ്പോൾ ഏകദേശം 2 മണിക്കൂറാകും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കയാക്കിനിറങ്ങുന്ന എല്ലാവർക്കും എല്ലാവിധ സുരക്ഷാ കവചങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. If you're reading this now, odds are I've already left town. A few cities in between the new skyline where I'm looking down. A few empties on the floor and a note on the door of your house. And this silence reminds me of what's left behind me for now. There's a broken down car parked outside the barn up the road, and a weather vane hanging all crooked from the rain and the snow. I'm a half mile past where we ran out of gas years ago. So I'm taking my time and I'm gonna drive by it once more. But you'll see there's a new life waiting, and I just don't want this feeling to go. ഇതാണ് കടമക്കുടി സിറ്റി. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ജംഗ്ഷൻ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ 4-5 കടകളും ഒരു സർക്കാർ ആശുപത്രിയും ഒരു സഹകരണ ബാങ്കും എല്ലാം പ്രവർത്തിക്കുന്നു. ഞാനിപ്പോൾ കടമക്കുടി ചെമ്മീൻ കെട്ടിന് സമയമാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നീണ്ടു പരന്ന് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ചെമ്മീൻ കെട്ടാണ്. ഇത് എത്രയുണ്ടെന്ന് കൃത്യമായി പറയുവാൻ കഴിയുകയില്ല. എങ്കിലും ഏകദേശം ഒരു 1000 ഏക്കർ സ്ഥലമെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഏകദേശ വിലയിരുത്തൽ. ഒരു വർഷത്തെ കൃഷിയിൽ 6 മാസം മത്സ്യകൃഷിക്കും 6 മാസം പൊക്കാളി കൃഷിക്കുമാണ് ഇവർ മാറ്റിവെക്കുന്നത്. മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു കൃഷി 3 മാസത്തേക്കാണ്. 3 മാസം കഴിയുമ്പോൾ വെള്ളമെല്ലാം വറ്റിച്ച് അതിലുള്ള ചെമ്മീനും മത്സ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത ശേഷം വീണ്ടും വെള്ളം കയറ്റി അടുത്ത കൃഷിക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും ചെമ്മീൻ കുഞ്ഞുങ്ങളെയും നിക്ഷേപിക്കുന്നു. അടുത്ത 3 മാസത്തോടു കൂടി മീനിൻ്റെ വിളവെടുപ്പെല്ലാം പൂർത്തിയാക്കിയ ശേഷം പാടമെല്ലാം
കിളച്ചൊരുക്കി അടുത്ത പൊക്കാളി കൃഷിയാണ് അവർ ചെയ്യുന്നത്. പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഒരു പ്രത്യേകതരം നെൽച്ചെടികളെയാണ് പൊക്കാളി കൃഷി എന്ന് പറയുക. അങ്ങനെ വർഷത്തിൽ 365 ദിവസവും ഇവിടെയുള്ള കർഷകർ കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വിട പറയുന്നു. ഗുഡ് ബൈ.